ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണോ? നമ്മൾ ഇത്രയും കാലം കേട്ടത് എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ആരെങ്കിലും ഇന്നവരെ ചിന്തിക്കാൻ പറ്റുണ്ടോ എന്തായിരിക്കും ഈ വെക്റ്റർ ക്വാണ്ടിറ്റി, എന്തായിരിക്കും ഈ സ്കേലാർ ക്വാണ്ടിറ്റി? ചിലപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ, ഓ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, മറ്റേ മാഗ്നിറ്റ്യൂഡ് ഇല്ല, അതിന് ഡയറക്ഷൻ ഉണ്ട്, അതിന് ഡയറക്ഷൻ ഇല്ല. പക്ഷെ ഇത് മാത്രം ഓക്കെ ഇങ്ങനാണ് എന്ന് പറഞ്ഞ് അതിന്റെ ബേസിക് ആയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പ്രോപ്പർട്ടിയും പഠിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് എക്സാമിന് പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഇത് അറിയാതെ നമ്മൾ എന്തെങ്കിലും മേലെ കൂടെ രണ്ട് വാക്ക് പഠിച്ചു പോയിട്ട് നമുക്ക് എക്സാമിന് ശരിക്കും മാർക്ക് വാങ്ങാൻ പറ്റുമോ? മാർക്ക് കിട്ടും അല്ലേ? പക്ഷേ ഈ ബേസ് ക്ലിയർ ആക്കിയാൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഫിസിക്സിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരിക്കും. അധികം ആൾക്കാർക്കും ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് ടഫ് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അവർക്ക് ബേസ് ഒന്നും അറിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമാണ്. സയന്റിസ്റ്റ് വരെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരൊരു സയന്റിസ്റ്റ് ആവാനുള്ള കാരണം. എല്ലാവർക്കും ഒരു സയന്റിസ്റ്റ് ആവാനോ എല്ലാവർക്കും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനോ എല്ലാത്തിനുള്ള കഴിവുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രം അവിടെ എത്തുന്നു? ചിലര് വിചാരിക്കുന്നു ഇത് എനിക്ക് ആവശ്യമില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരാളും തയ്യാറാവുന്നില്ല. പക്ഷെ ചിലർ അതിനെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവുന്നു. അപ്പം ഇവിടെ എന്തേ പറയാനുള്ളൂ, എപ്പോഴാണോ നമ്മൾ ഒരു സാധനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ അതിനോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത്, അന്നു മുതലാണ് നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയായി മാറാൻ പറ്റുന്നത്. ഇതാണ് ശരിക്കത്തെ ഒരു ഫാക്ട്. ഓക്കെ, നമ്മൾ എല്ലാവരും ഒരു സ്കെലാർ ക്വാണ്ടിറ്റി കാണുന്നു, വെക്ടർ ക്വാണ്ടിറ്റി കാണുന്നു, ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ ഒരാളും തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്താ വെച്ചാല് നിങ്ങൾക്ക് ഫിസിക്സിന്റെ ബേസ് മുതൽ ഫിസിക്സ് ക്ലിയർ ആക്കി തരിക എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഞാൻ ഈ ഒരു ക്ലാസ് ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഇന്നവാ ചെയ്യുന്ന എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്തായാലും ഇഷ്ടപ്പെടാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ അപ്പൊ വാട്ട് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി? സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, പക്ഷെ ഡയറക്ഷൻ ഇല്ല. ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിക്കോ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചോദിക്കാം, എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒന്നെങ്കിൽ ഗ്രാമിൽ തൂക്കും, അല്ലെങ്കിൽ മില്ലിഗ്രാമിൽ തൂക്കും. ഇനി നമ്മൾ എന്താ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ കൊടുക്കും. ഇങ്ങനെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഗ്രിയിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് ഒരു സാധനത്തിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സാധനത്തിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഷറിങ് യൂണിറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഓരോ സാധനത്തിനുമാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഇല്ല, ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്കൊരു കിലോമീറ്റർ, ഇനി അല്ലെങ്കിൽ എന്താ പറയുക കിലോഗ്രാം, ഇനി അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ്, ഇനി ലിറ്റർ, ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു യൂണിറ്റ് നൽകാൻ പറ്റുന്ന ഫോഴ്സിന് നമ്മൾ ന്യൂട്ടൺ എന്ന് കൊടുക്കും. ഇതിനാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ അറിയപ്പെടുന്ന അധിക കാര്യത്തിനും എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഇതിലും മാഗ്നിറ്റ്യൂഡ് വേണം, ഈ വെക്ടർ ക്വാണ്ടിറ്റിക്കും മാഗ്നിറ്റ്യൂഡ് വേണം, എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇനി വാട്ട്സ് അബൌട്ട് ദിസ് ഡയറക്ഷൻ എന്നതാണ് കാര്യം. ഓക്കെ, അപ്പൊ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഡിസ്റ്റൻസിന്റെ കാര്യത്തിലാണെങ്കിൽ, ഓക്കെ നമ്മളിപ്പോ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അധികവും പറയാം എന്താ, എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു മാർക്കറ്റ് ഉള്ളത്, എന്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ ഫ്രണ്ടിന്റെ വീട്. ഇങ്ങനത്തെ ഒരു കേസ് പറയുന്ന സമയത്ത് ഫ്രണ്ടിന്റെ വീട് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഫ്രണ്ടിന്റെ വീട് എന്താ പറയാ, എന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അതിന് നമ്മൾ ഒരു ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ മാസിന്റെ കേസാണ് നോക്കുന്നതെങ്കിൽ നമ്മളിപ്പോ ഒരു സാധനം തൂക്കുന്ന സമയത്ത് അതിന് ഇത്ര മാസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ മാസ് ഏത് ഡയറക്ഷനിലാന്ന് നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല. ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ഡയറക്ഷൻ നമ്മൾ അവിടെ എന്താണ് സ്പെസിഫൈ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഡയറക്ഷൻ നോക്കേണ്ട കാര്യമാണ് ഡിസ്പ്ലേസ്മെന്റ്.
എപ്പോഴും നമ്മൾ എന്താ പറയാ, ഒരു ഡയറക്ഷൻ നിർബന്ധമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. ഇനിയിപ്പം എന്റെ ഫ്രണ്ടിന്റെ വീട് എന്റെ വീട്ടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 2 കിലോമീറ്റർ പോയാൽ എന്താ പറയാ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരം കേസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റണം. ഓക്കെ ഓക്കെ അപ്പം ഈ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിൽ വരുന്നതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ഫോഴ്സ്, ആക്സിലറേഷൻ. ഇനി ഫോഴ്സിന്റെ കാര്യം നമുക്ക് നോക്കാം. ഒരു ഡോർ നമുക്ക് തുറക്കണം എന്ന് വിചാരിച്ചോ. ഒരു ഡോർ തുറക്കാൻ 10 ന്യൂട്ടൺ ഫോഴ്സ് വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾക്ക് ഡോർ ഇങ്ങോട്ട് ഉന്തിയാലാണോ ഡോർ തുറക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉന്തി എന്ന് വിചാരിച്ച് ഡോർ തുറക്കോ? ഇല്ല. സോ we must want to say that in which direction we want to apply this force. ഏത് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്തരം കേസ്, അതായത് നമ്മൾ ഒരു ഫോഴ്സ് എങ്ങോട്ടെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡോറിനെ തള്ളാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി ഈ വെക്ടറിന് നമ്മൾക്ക് ഒരു ആരോനാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് വെക്ടറിന് കൊടുക്കാൻ പറ്റുക. കണ്ടോ, ഈ ആരോ ഇങ്ങോട്ട് കാണിച്ചാൽ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അങ്ങോട്ട് കാണിച്ചാൽ വേറൊരു ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് കണ്ടോ ഒരു ലെങ്ത്തും ഉണ്ട്. നമുക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെയുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു ആരോ മാർക്കിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി അധികവും നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, എസ് എന്ന് എഴുതിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും. അതായത് ഇതിന് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെലോസിറ്റി ആണെങ്കിലോ അതിനും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഫോഴ്സ് ആണെങ്കിലോ അതിനും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റീന്റെ കേസിൽ ഏത് ഡയറക്ഷൻ ആണെന്ന് നമ്മൾ ഒരിക്കലും പറയേണ്ടി വരുന്നില്ല, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താ പറയാ, എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ നടക്കണം, ഇനി അല്ലെങ്കിൽ വീട്ടിലേക്ക് 4 കിലോമീറ്റർ നടക്കണം, അത്രേ പറയുന്നുള്ളൂ. ഏത് ഡയറക്ഷനിൽ നടക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആവുന്നത്. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റി ആകുമ്പോൾ ഒരു ഡയറക്ഷൻ പറയുന്നുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എപ്പോഴും എങ്ങോട്ടാണ് നമ്മൾ നടക്കുന്നത്, ഏത് ദിശയിൽ നിന്ന് എന്ന് വ്യക്തമാക്കണം. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എങ്ങോട്ടാണ് പോവേണ്ടത്, ഏത് ദിശയിൽ നിന്നാണ് പോവേണ്ടത് എന്ന് വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എപ്പോഴും വ്യക്തമാക്കണം. പക്ഷെ സ്കേലാർ ക്വാണ്ടിറ്റിയിൽ അതൊരിക്കലും വ്യക്തമാക്കില്ല. ഇതാണ് വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിക്കോ, എന്റെ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് 2 കിലോമീറ്റർ ദൂരം ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അത് കേട്ടു. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ ഈ 2 കിലോമീറ്റർ വേണമെങ്കിൽ, ഇപ്പം ഇതാണ് നമ്മളെ വ്യക്തി, അയാൾക്ക് ഞാൻ റാം എന്ന് പേര് ഇട്ടു. ഓക്കെ, അപ്പൊ പറയാണ് എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ നടന്നാല് എനിക്ക് മാർക്കറ്റിലെത്താം. ഓക്കെ, ഇവന് നേരെ ഇങ്ങനെ നടന്നിട്ട് മാർക്കറ്റിലേക്ക് പോവാം, ഇങ്ങനെ നടന്നിട്ട് മാർക്കറ്റിലേക്ക് പോവാം, ഇങ്ങനെ നടന്നിട്ട് മാർക്കറ്റിൽ പോവാം, ഇങ്ങനെയും നടന്നിട്ട് മാർക്കറ്റിലേക്ക് പോവാം. ഏത് ഡയറക്ഷൻ, ഇനിതാ ഇങ്ങനെ വേണമെങ്കിലും 2 കിലോമീറ്റർ നടക്കാം, ഇങ്ങനെ വേണമെങ്കിലും നടക്കാം, ഇങ്ങനെയും നടക്കാം. ഇങ്ങനെ ഏത് ഡയറക്ഷനിലാണ്, ഇതിൽ ഏത് ഡയറക്ഷനിൽ പോയാലാണ് മാർക്കറ്റിൽ എത്താന്ന് ഇവൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് സ്പെസിഫൈ ചെയ്യുന്നത് വരെ അത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അത് ചെയ്താലോ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. ഓക്കെ, അപ്പം പറയുന്നത് എന്താണ്, ഇതിവിടെ എന്താ പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ സ്പീഡ് വുഡ് ബി സ്കേലാർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ്സ് ഓൺലി മെഷേഴ്സ് ഹൗ ഫാസ്റ്റ് ഇറ്റ് ട്രാവൽസ്, വൈൽ വെലോസിറ്റി വുഡ് ബി വെക്റ്റർ ബിക്കോസ് ഇറ്റ്സ് ഇൻക്ലൂഡ്സ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പൊ എന്താണ് പറയുന്നത്, സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്, സ്പീഡിൽ ആകെ നോക്കുന്നത് എന്താണ്, ഒരു വെഹിക്കിൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു, എത്ര വേഗം എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ഒരു സ്പീഡിൽ നോക്കുന്നുള്ളൂ. ഇൻ വിച്ച് ഡയറക്ഷൻ, ആ വ്യക്തി ഏത് ഡയറക്ഷനിലാണ് ഇത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ നമ്മൾ വെലോസിറ്റിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്താണെങ്കിലോ എത്ര വേഗത്തിൽ എന്നും നോക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഏത് ഡയറക്ഷനിൽ എന്നും നോക്കുന്നുണ്ട്. സോ വെലോസിറ്റി എന്തെന്ന് പറയാം, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്പീഡ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ?
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? ഇഫ് എ വെഹിക്കിൾ മൂവ്സ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ഓൺ എ സിംഗിൾ ആക്സിസ് ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഡയറക്ഷൻ. ശരിയല്ലേ? ഒരു വെഹിക്കിൾ ഒരു അപ്വേർഡിലാണെങ്കിലോ ഇനി ഒരു ഡൗൺവേർഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാണ്, ഒരു വെഹിക്കിൾ നേരാണ് ഇനി അല്ലെങ്കിൽ പിന്നോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാണ്, അതിനൊരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ട് അല്ലേ? അതിന് അവിടെ ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ, ഇനി അല്ല ഡൗൺവേർഡ് ഡയറക്ഷൻ, ഇനി അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക്, എന്തായാലും ഒരു സ്പെസിഫിക് ഡയറക്ഷൻ അവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഓൾ ആർ വെക്ടേഴ്സ് ഈവൻ ടു ഇറ്റ്സ് മൂവിങ് ഇൻ വൺ ഡയമെൻഷൻ. അതായത് ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ആക്സിസിനല്ലോ, അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനെ ഒരൊറ്റ ആക്സിസിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്വേർഡ്, ഡൗൺവേർഡ്, ഫ്രണ്ട്വേർഡ്, ബാക്ക്വേർഡ് ഇങ്ങനെ പറയുന്ന ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവര് എന്താണ് വൺ ഡയമെൻഷനിലാണെങ്കിൽ പോലും അവർ എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ സ്കേലാർസ് ഡു നോട്ട് ഹാവ് ഡയമെൻഷൻസ്. സ്കേലാറിന് ഒരു ഡയമെൻഷൻസ് ഉണ്ടാവില്ല. അത് ഇന്ന സ്ഥലത്ത് കൂടെ പോകും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ എ സ്കേലാർ ക്വാണ്ടിറ്റി ലൈക്ക് മാസ്, ടെമ്പറേച്ചർ, ടൈം ഓർ സ്പീഡ് ഡസ് നോട്ട് കെയർ അബൌട്ട് ആക്സിസ് ഓർ ഡയമെൻഷൻസ്. യുവർ മാസ് ഈസ് സെയിം വെദർ യു മൂവ് ഇൻ 1D 2D or 3D. അതായത് സ്കെലാർ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസ്, ടെമ്പറേച്ചർ, ടൈം, സ്പീഡ് ഇവരൊന്നും എന്താക്കില്ല, ഒരു ആക്സിസിനെ കെയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻസിനെ നോക്കില്ല. ഇപ്പൊ നമ്മുടെ സമയത്തിന് ഏതെങ്കിലും ഡയമെൻഷൻസ് നോക്കി നമുക്ക് പറയാൻ പറ്റും? ഇല്ല. പക്ഷെ സമയത്തിന് എന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വിച്ച് ഈസ് നമുക്ക് അതിനെന്താണ് ഒരു യൂണിറ്റ് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ എന്താണ് സെക്കൻഡ്സ് ആക്കിയിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പക്ഷേ ഇവിടെ എന്ത് ആക്കാൻ പാടില്ല? അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ടൈമിന് 10 മണി ഈ ഡയറക്ഷനിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്താ പറയുന്നത്? ടൈം, മാസ് ഇവർക്കൊന്നും ഇല്ല. പിന്നെ നമ്മുടെ മാസ് നമ്മൾ ഏത് ഡയറക്ഷനിൽ നമ്മൾ നേരെ 1 ഡയമെൻഷനിലൂടെ നടന്നാലും 2 ഡയമെൻഷൻ, അതായത് 2 കോർഡിനേറ്റ് ആക്സിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ 1 ഡയമെൻഷനിൽ നടക്കുക പറഞ്ഞാൽ എന്താ? അത് ആദ്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മളെ കോർഡിനേറ്റ് ആക്സിസ്. സോ നമ്മൾ 1 ഡയമെൻഷനിലാണ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്, ഒന്നെങ്കിൽ എക്സ് ആക്സിസിലൂടെ നടക്കുക മുന്നോട്ടോ, ഇനി അല്ലെങ്കിൽ നമുക്ക് ബാക്കോട്ടോ നടക്കുക, അല്ലെങ്കിൽ നമുക്ക് വൈ ആക്സിസിലൂടെ നടക്കാം മുന്നോട്ടോ ബാക്കോട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ ആക്സിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? 1 ഡയമെൻഷനിലാണ് നമ്മൾ മൂവ് ചെയ്തതെന്ന് പറയും. ഇതെന്താണ്? വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പൊ 2D വരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഒരു ഇതില്, ഇനി അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ, അതായത് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്നതിന് പകരം ഒരു ചെറിയൊരു ആംഗിൾ തിരിഞ്ഞിട്ട് നമ്മൾ എന്താക്കും? സഞ്ചരിക്കും. അപ്പൊ നമ്മൾ 2D ഇങ്ങനെ സഞ്ചരിക്കുക, ഇങ്ങനെ സഞ്ചരിക്കുക. അതായത് ഒരു സെഡ് ആക്സിസിന്റെ സഹായം കൂടി വേണ്ടി വരും നമ്മളെ ട്രാവലിംഗ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നാലും, ഇനി സ്ട്രെയിറ്റ് ആയിട്ട് നടന്നാലും, ഇനി ഇങ്ങനെയൊക്കെ വളഞ്ഞു തിരിഞ്ഞ് പൊളഞ്ഞു നടന്നാലും നമ്മളുടെ മാസ് എപ്പോഴും നമ്മളുടെ ഫിക്സഡ് മാസ് ആയിരിക്കും. അതെപ്പോഴെങ്കിലും മാറുമോ? ഇല്ല. അപ്പൊ അത്തരം കേസുകളിലാണ്, അഥവാ നമ്മളുടെ ഒരു മാസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്, ഞാൻ എന്തായാലും മാസ്, പിന്നെ അതേപോലെ സ്പീഡ്, വെലോസിറ്റി ഇതിനെപ്പറ്റി വേറൊരു ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ മാസ് അഥവാ നമ്മളുടെ വെയിറ്റിനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ട? ഒരിക്കലും നമ്മൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വേണ്ട, പറയേണ്ട ആവശ്യമില്ല നമ്മളെ വെയിറ്റ് നോക്കണമെങ്കിൽ. അതേപോലെ തന്നെ നമ്മുടെ സ്പീഡ്, ഹൗ ഫാസ്റ്റ് വി ആർ മൂവിങ്, നമ്മൾ റൺ ചെയ്യാണോ നമ്മൾ വാക്ക് ചെയ്യാണോ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഒരു 1 ഡയമെൻഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷൻ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. വി ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ എനി ഡയറക്ഷൻ ഇറ്റ്സെൽഫ്. നമ്മൾ റൺ ചെയ്യാണ് ഇനിയല്ലേ വാക്ക് ചെയ്യാണ് എന്നുള്ളത് നമ്മളുടെ വാക്കിന്റെ ഇനിയല്ലേ റണ്ണിന്റെ സ്പീഡിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് വേണ്ട? ഒരു ഡയറക്ഷനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി? നമ്മളുടെ എത്ര ഫാസ്റ്റിലാണ് നമ്മൾ വാക്ക് ചെയ്യുന്നത്, എത്ര ഫാസ്റ്റിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്, അത് മാത്രം പറഞ്ഞാൽ മതി. സോ എന്താണ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കെലാർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു ഡയറക്ഷനും ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. മറ്റേ സ്കെലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? സ്പീഡ് ഈസ് എ സ്കെലാർ. ഇറ്റ് ഓൺലി ടെൽസ് us how fast the car is moving. എക്സാമ്പിൾ 60 km/h വിത്തൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പൊ സ്പീഡ് എന്താണ്? ഒരു സ്കെലാർ ആണ്. അത് എന്ത് മാത്രമേ നമ്മളോട് പറയുള്ളൂ? ഒരു കാർ എത്ര ഫാസ്റ്റിൽ മൂവ് ചെയ്യും അതിന് എക്സാമ്പിൾ ആണ് സ്പീഡ്. ദ കാർ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് 60 km/h എന്നേ പറയുള്ളൂ. അത് ഒരിക്കലും ഒരു ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്ത് പറയില്ല. പക്ഷെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ is a vector. It tells us the speed and the direction. Example 60 km/h മൂവിങ് ടുവേർഡ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്. അതായത് വെലോസിറ്റി ആണെങ്കിൽ എപ്പോഴും പറയും എന്ത്? അതിന്റെ സ്പീഡും പറയും, പിന്നെ അതേപോലെ ഡയറക്ഷനും പറയും. സ്പീഡ് എത്ര ആയിരിക്കും? 60 km/h മൂവിങ് ടുവേർഡ്സ് റൈറ്റോ ലെഫ്റ്റോ എന്ന് പറയും. ഈവൻ ഇൻ 1D
വി ഹാവ് ബോത്ത് സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്. ഒരു വൺ ഡയമെൻഷനിൽ പോലും നമുക്ക് എന്ത് കാണാം? സ്കേലാറും വെക്ടറും ആയിട്ടുള്ള ബോത്ത് ക്വാണ്ടിറ്റീസിനെയും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒക്കെ മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? സ്കേലാർ ക്വാണ്ടിറ്റി ആകെ എന്തേ പറയുള്ളൂ? ഹൗ ഫാസ്റ്റ് ഇറ്റ് മൂവ്. ബട്ട് വെക്ടർ ക്വാണ്ടിറ്റിക്ക് അതിന് എന്തുണ്ടാകും? അതിന്റെ കൂടെ തന്നെ ഒരു ഡയറക്ഷനും സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ ഈ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസും അതേ ഉള്ളൂ കാര്യം. അപ്പം മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരുപാട് സ്കേലാർ ക്വാണ്ടിറ്റി, ഈ കഴിഞ്ഞ ടോപ്പിക് തന്നെയാണെങ്കിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഇതൊക്കെ ഒരുപാട് കൺഫ്യൂസിങ് ആയിരുന്നു. ബട്ട് അത് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അതിന്റെ ഒരു കോർ പാർട്ട് പഠിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ടോപ്പിക്സ് ഒക്കെ ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പം തോന്നും ഓ ഇതൊക്കെ ബേസ് ആയിട്ടാണ് ഇത്ര എളുപ്പത്തിൽ പറയുന്നത്. അല്ല, ഇറ്റ്സ് എ ബേസ്, റൈറ്റ്? ബട്ട് all physics are like this, very simple, but you must want to try to understand what it's saying. So the base are very important. So വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി തമ്മിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായത് ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തേക്കട്ടെ. ഓക്കെ, ഇനിയും ഇതേപോലെ ഫിസിക്സിന്റെ ബേസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് ബേസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും. സോ കാണണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.